ഹായ് യൂട്യൂബ്. ഇത് എവിടെയായിരുന്നു സാർ ഇത്ര നേരം? അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കോൺസ്റ്റൻസിനെ പറ്റി പഠിച്ചു. അപ്പോൾ നമുക്കറിയാം ഒരു കോൺസ്റ്റൻറ്റ് എഴുതണമെങ്കിൽ ഇപ്പോൾ സാധാ വേരിയബിൾ ഇൻറ്റിജർ പി ഈക്വൽസ് ടു 10 ഞാൻ ആ സാധാ വേരിയബിൾ പ്രിൻറ്റ് ചെയ്യുക സ്റ്റാൻഡേർഡ് സി ഔട്ട് പി. ഓക്കെ, ഞാനിത് കോൺസ്റ്റൻ്റ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം കോൺസ്റ്റൻ്റ് എന്ന കീവേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇനിഷ്യലൈസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് എറർ കിട്ടും. കോൺസ്റ്റൻറ്റ് വേരിയബിൾ പി റിക്വയർസ് ആൻഡ് ഇനിഷ്യലൈസർ എന്നറിയാം. അതുപോലെ തന്നെ നമുക്ക് ഇത് കോൺസ്റ്റൻ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്, ഇപ്പോൾ എനിക്ക് ഇവിടെ പി ഈക്വൽസ് 20 എന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതാണ് പൊതുവേ കോൺസ്റ്റൻസിന്റെ കൺസെപ്റ്റ്. റൈറ്റ്, പക്ഷേ നമ്മൾ പോയിന്റേഴ്സിൽ വരുമ്പോൾ ഈ കോൺസ്റ്റന്റിന്റെ കൺസെപ്റ്റ് കുറച്ചൊക്കെ ചേഞ്ച് ആകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പോയിന്റർ എഴുതുവാണ് ഇൻറ്റിജർ സ്റ്റാർ പി. അപ്പോൾ പോയിന്റർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് വേറെ ഒരു ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇൻറ്റിജർ എക്സ് ഈക്വൽസ് ടു 10 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഞാൻ ഈ എക്സ് ഇട്ട് ഇനി പി പോയിന്റ് ചെയ്യണം. അപ്പോൾ ഇൻറ്റിജർ സ്റ്റാർ പി ഈക്വൽസ് ടു അഡ്രസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇനി ആ പിന്റെ അഡ്രസ്സും പ്രിന്റ് ചെയ്യണു, അതുപോലെ തന്നെ പിന്റെ വാല്യൂയും കൂടെ പ്രിന്റ് ചെയ്യണു. അപ്പോൾ നമ്മൾ ഡീറെഫറൻസ് ചെയ്ത് വാല്യൂയും കൂടെ പ്രിന്റ് ചെയ്തു. അപ്പോൾ ഞാനിത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം, അഡ്രസ്സും അതുപോലെ തന്നെ 10 എന്ന് പറഞ്ഞ വാല്യൂയും പ്രിന്റ് ആയിരിക്കുന്നത് കാണാം. ഇനി ഞാനിവിടെ ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കീവേഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇത് കോൺസ്റ്റന്റ് ഇൻറ്റിജർ പോയിന്റർ ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമുക്കറിയാം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് ഇനിഷ്യലൈസ് റിമൂവ് ചെയ്ത് നോക്കിയാലോ, നമുക്ക് എറർ ഒന്നും ത്രോ ചെയ്യുന്നില്ല. അതെന്താ? ഇതാണ് കോൺസ്റ്റന്റ് പോയിന്ററിന്റെ കേസിൽ വരുമ്പോൾ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നതിന്റെ കാരണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കോൺസ്റ്റന്റ് ആഡ് ചെയ്തല്ലോ, എന്നിട്ട് അഡ്രസ് ഓഫ് എക്സിറ്റ് ഇത് പോയിന്റ് ചെയ്യണേ. ഞാൻ ഇനി ഈ പി ചേഞ്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ പി ഈക്വൽസ് ടു, ഇപ്പോൾ എനിക്ക് വേറൊരു വേരിയബിൾ ഉണ്ടെന്ന് വെക്കുക, ഇൻറ്റിജർ വൈ ഈക്വൽസ് ടു 20 എന്ന് കൊടുത്തു. ഓക്കെ, എനിക്ക് വൈ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. അപ്പോൾ എനിക്ക് വൈ ഇട്ട് അഡ്രസ് ഓഫ് വൈ എന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ എനിക്ക് അത് കോൺസ്റ്റന്റ് ആണെങ്കിലും അസൈൻ ചെയ്യാൻ പറ്റും. ഞാനിത് റൺ ചെയ്ത് നോക്കിയാലോ, എനിക്കിപ്പോൾ വൈൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത് 20. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് എന്ന് ഇട്ടിട്ടും എന്തുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് ആകുന്നില്ല? സോ അതാണ് പോയിന്ററും കോൺസ്റ്റന്റും വരുമ്പോൾ ഉള്ള കൺസെപ്റ്റ്. ഈ പോയിന്റേഴ്സിനകത്ത് കോൺസ്റ്റന്റ് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ സാധാ വേരിയബിൾസിൽ എഴുതുന്ന പോലെ തന്നെ ആദ്യമേ എഴുതാം, അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പോയിന്റർ കഴിഞ്ഞും എഴുതാം. അപ്പൊ രണ്ടിടത്ത് കോൺസ്റ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഇടാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ഡിഫറൻസ് ആവുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിവിടെ ആദ്യം കോൺസ്റ്റ് എന്ന് ഇടുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ കോൺസ്റ്റന്റ് ആകുന്നത് ആ പോയിന്റർ അല്ല, പകരം ആ പോയിന്ററിനകത്തുള്ള വാല്യൂ ആണ് കോൺസ്റ്റന്റ് ആകുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇവിടെ പോയിന്റ് ചെയ്യുന്നത് നോക്കി, അഡ്രസ് ഓഫ് എക്സിറ്റ് അല്ലേ ഇവിടെ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ, ഇപ്പൊ നമുക്കറിയാം വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡീറെഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. ഡീറെഫറൻസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഞാൻ ഇവിടെ 300 എന്ന് ഇടാൻ നോക്കിയാൽ എറർ ത്രോ ചെയ്യുന്നത് എക്സ്പ്രഷൻ മസ്റ്റ് ബി എ മോഡിഫയബിൾ എൽ വാല്യൂ. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ട കോൺസ്റ്റന്റിൽ അതാണ് എറർ ത്രോ ചെയ്യണേ. റൈറ്റ്, അപ്പൊ ഇപ്പോഴാണ് നമ്മുടെ കോൺസ്റ്റന്റ് യൂസ് ആകുന്നത് ഈ പോയിന്ററിൽ. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഇൻറ്റിജർ പോയിന്ററിൽ ആദ്യമേ ഇടുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ ആണ് കോൺസ്റ്റന്റ് ആകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേറെ ഒരിടത്തും ഇടാം, അതായത് ഈ പോയിന്റർ കഴിഞ്ഞു ഇടാന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഫസ്റ്റ് ഇടുന്നതിന് പകരം ഇവിടെ ആണ് ഇടുന്നതെങ്കിലോ, ഇപ്പൊ നമുക്ക് എറർ കിട്ടുന്ന എവിടെയാന്ന് നോക്കിയേ, ഇവിടെ പി വീണ്ടും റീഅസൈൻ ചെയ്യാൻ നോക്കുമ്പോൾ എറർ കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ആ പോയിന്റർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പോയിന്റർ ഇപ്പൊ എനിക്ക് വേറെ ഒരു വേരിയബിളിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് പോയിന്ററിൽ കോൺസ്റ്റന്റ് വരുമ്പോൾ, അതായത് നമ്മൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ പോയിന്റർ കഴിഞ്ഞാണ് ഈ കോൺസ്റ്റന്റ് കീവേഡ് ഇടുന്നതെങ്കിൽ ആ പോയിന്ററിന്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് രണ്ടും ചേഞ്ച് ചെയ്യാണ്ട് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി രണ്ട് കോൺസ്റ്റന്റ് ആഡ് ചെയ്യുക. അപ്പൊ രണ്ട് കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂവും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ അതിന്റെ അഡ്രസ്സും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് പോയിന്റർ കോൺസ്റ്റന്റ് ആയുള്ള കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തു കോൺസ്റ്റന്റ് ഇൻറ്റിജർ പോയിന്റർ കോൺസ്റ്റന്റ്. അപ്പൊ ഇത് കുറച്ചുകൂടെ ഈസിലി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പൊതുവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും ഇത് വായിക്കുന്നത്. അതായത് ഞാൻ ഇങ്ങനെ വായിക്കും കോൺസ്റ്റന്റ് ഇൻറ്റിജർ പോയിന്റർ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഇപ്പൊ ഫസ്റ്റ് കീവേഡ് ഇല്ല, ഈ കോൺസ്റ്റന്റ് എന്ന് ഇല്ല എങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് വായിക്കുമ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റിജർ പോയിന്റർ, അതായത് ഈ ഇൻറ്റിജർ പോയിന്റർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ പോയിന്റർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ
നമുക്കിപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കോൺസ്റ്റന്റ് ഉള്ളത് എങ്കിൽ ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് വായിക്കുമ്പോൾ ഇന്റിജർ പോയിന്റർ ഹൂസ് വാല്യൂ ഇസ് കോൺസ്റ്റന്റ്. ഞാൻ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞൊരു കീവേഡ് ആഡ് ചെയ്യും. സോ അങ്ങനെയാണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണത്. പൊതുവെ റൈറ്റ് സൈഡിൽ നിന്ന് വായിക്കും കോൺസ്റ്റന്റ് ഇന്റിജർ പോയിന്റർ ഹൂസ് വാല്യൂ ഈസ് കോൺസ്റ്റന്റ്. ഞാൻ വാല്യൂ എന്നുള്ളൊരു കീവേഡ് ഇതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പെട്ടെന്ന് ആഡ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് കോൺസ്റ്റന്റ് ഇന്റിജർ പോയിന്റർ എഴുതാൻ പറ്റുന്നത്. ഇപ്പൊ ഇത് റൺ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കാണാം. ഇവിടെ 10 ഔട്ട്പുട്ട് കിട്ടി. ഇനി നമുക്കിതൊരു ക്ലാസിന്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ക്ലാസ് എഴുതുന്നു, ക്ലാസ് സ്റ്റുഡന്റ്. ക്ലാസ് സ്റ്റുഡന്റ് എഴുതി, എന്നിട്ട് നമുക്കത് പബ്ലിക് ആയിട്ട് ഒരു കൺസ്ട്രക്ടർ എഴുതാം, സ്റ്റുഡന്റ്. എന്നിട്ട് ഞാൻ ഈ സ്റ്റുഡന്റിലേക്ക് നമുക്ക് ലെറ്റ്സ് സേ ഒരു വാല്യൂ എടുക്കുന്നു, ഇന്റിജർ ന്യൂ വാല്യൂ. എന്നിട്ട് ഒരു പ്രൈവറ്റ് സെക്ഷനിൽ നമുക്കൊരു വേരിയബിൾ കൊടുക്കാം, പ്രൈവറ്റ് ഇന്റിജർ എ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇനി എയിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ നമുക്ക് ഇനിഷ്യലൈസർ ലിസ്റ്റ് എയിനകത്ത് ന്യൂ വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി നമുക്കൊരു പ്രിന്റ് മീ ഫംഗ്ഷൻ പബ്ലിക് ആയിട്ട് കൊടുക്കാം, വോയിഡ് പ്രിന്റ് മീ. എന്നിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് സി ഔട്ട് ദിസ് ആരോ എ. ഓക്കെ, സ്റ്റാൻഡേർഡ് എൻ ലൈൻ. ഇങ്ങനെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഇനി ഈ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റുഡന്റ് പോയിന്റർ സാക്ക് ഈക്വൽസ് ടു ന്യൂ സ്റ്റുഡന്റ്. എന്നിട്ട് ഞാനിവിടെ വാല്യൂ പാസ് ചെയ്യുന്നു 10. എന്നിട്ട് നമ്മളിവിടെ സാക്ക് പോയിന്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിലീറ്റ് സാക്കും ഇവിടെ എൻഡിൽ കോൾ ചെയ്യാം. എന്നിട്ട് ഈ സാക്കിനകത്ത് സാക്ക് ആരോ പ്രിന്റ് മീ എന്ന് കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ 10 ആണ് പാസ് ചെയ്യുന്നത്, പ്രിന്റ് മീൻ കോൾ ചെയ്തു. നമുക്കിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ് 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഞാൻ ഇനി ഈ ഇൻറ്റിജർ എന്നുള്ളത് ഒരു ഇൻറ്റിജർ പോയിന്റർ ആക്കുന്നു. അപ്പോൾ പോയിന്റർ ആക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ വാല്യൂ ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ പാടില്ല. കാരണം ഇൻറ്റിജർ പോയിന്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സാണ്. അപ്പോൾ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്രസ്സാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ അഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാനിവിടെ അഡ്രസ് സിമ്പിൾ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ റൺ ചെയ്ത നമുക്ക് ഇവിടെ അഡ്രസ്സാണ് ഇപ്പോൾ പ്രിന്റ് ആവുന്നത്. കാരണം നമ്മളിവിടെ അഡ്രസ്സാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഡീറെഫറൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഡീറെഫറൻസ് ഓപ്പറേറ്റർ ഇട്ട് റൺ ചെയ്താൽ നമുക്കിവിടെ നോക്കിയേ ഔട്ട്പുട്ട് കിട്ടുന്ന നോക്കിയേ വേറൊരു നമ്പറാണ്. അതെന്തുകൊണ്ടാണ്? സോറി സർ, എനിക്കറിയില്ല സർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പാസ് ചെയ്യുന്നത് ഒരു സാധാ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, 10 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വാല്യൂ. അപ്പോൾ കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ ഈ പാരാമീറ്ററിൽ വരും. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത് ഏതിന്റെ വേരിയബിളിൻ്റെയാണ്? ഈ പാരാമീറ്റർ വേരിയബിളിൻ്റെ. ഈ പാരാമീറ്റർ വേരിയബിൾ നമുക്കറിയാം ഇത് പാസ് ബൈ വാല്യൂ ആണ്, നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ആവുന്നത്. ന്യൂ വാല്യൂ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അഡ്രസ്സാണ് ഈ എയിലേക്ക് അസൈൻ ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ന്യൂ വാല്യൂവിന്റെ സ്കോപ്പ് എവിടെയാണ് വരിക? ഈ കൺസ്ട്രക്ടറിനകത്ത് മാത്രമേ ഈ ന്യൂ വാല്യൂവിന്റെ സ്കോപ്പ് ഉള്ളൂ. അപ്പോൾ ഈ സ്കോപ്പ് തീർന്നു കഴിയുമ്പോൾ ഈ ന്യൂ വാല്യൂ ഡിസ്ട്രോയ് ചെയ്യും. ഈ ന്യൂ വാല്യൂ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റേ ഡിസ്ട്രോയ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എ പോയിന്റ് ചെയ്യുന്നത് ഡിസ്ട്രോയ് ആയിട്ടുള്ള ഇതിന്റെ അഡ്രസ്സിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ വാല്യൂ പിന്നീട് പ്രിന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഓൾറെഡി ഡിസ്ട്രോയ് ആയിപ്പോയി. അപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കോൺസ്റ്റന്റ് പാസ് ചെയ്യുന്നതിന് പകരം നമുക്കൊരു വേരിയബിൾ തന്നെ പാസ് ചെയ്യാം. അതിന്റെ സ്കോപ്പ് നിൽക്കുന്ന ഒരു വേരിയബിൾ. അപ്പോൾ ഞാനിവിടെ ഇന്റിജർ എക്സ് ഈക്വൽസ് ടു 10 എന്ന് പറഞ്ഞു കൊടുത്ത് എക്സ് ഞാനിവിടെ ഡയറക്റ്റ്ലി പാസ് ചെയ്യാം. ഓക്കെ, എക്സ് പാസ് ചെയ്യുമ്പോഴും നമുക്കറിയാം ഇപ്പോൾ ഇവിടെ പാസ് ബൈ വാല്യൂ. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഒബ്ജക്റ്റ് ആണ് ഉണ്ടാവുന്നത്. നമുക്ക് പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം നമുക്കൊരു റെഫറൻസ് ഒബ്ജക്റ്റ് തന്നെ കൊടുക്കാം. എന്നിട്ട് ഞാനിത് റൺ ചെയ്താലോ, എനിക്ക് ഔട്ട്പുട്ട് 10 കിട്ടി. ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ ഈ വേരിയബിളിന്റെ ഒരു റെഫറൻസ് ആണ് ഇവിടെ പാസ് ആവുന്നത്. ആ റെഫറൻസ് നമ്മുടെ ഈ പോയിന്ററിലേക്ക് അസൈൻ ആവും. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതൊരു കോൺസ്റ്റന്റ് പോയിന്റർ ആക്കാം. നമുക്കറിയാം കോൺസ്റ്റന്റ് ഇപ്പൊ നോക്കി ഇത് എങ്ങനെയാ വായിക്കുന്നത്? ഇന്റിജർ പോയിന്റർ ഹൂസ് വാല്യൂ ഈസ് കോൺസ്റ്റന്റ്. അതായത് ഇതിന്റെ വാല്യൂ ആണ് കോൺസ്റ്റന്റ്. അപ്പൊ ഞാനിവിടെ സ്റ്റാർ എ ഈക്വൽസ് ടു 90 എന്ന് കൊടുക്കാൻ നോക്കിയാലോ, എനിക്ക് പറ്റില്ല. ഇവിടെ നോക്കിയാൽ എക്സ്പ്രഷൻ മസ്റ്റ് ബി മോഡിഫയബിൾ എൽ വാല്യൂ എന്നാണ് വരുന്നത്. അപ്പൊ എനിക്ക് വാല്യൂ കോൺസ്റ്റന്റ് ആക്കണ്ട, പകരം അഡ്രസ്സ് മാത്രം കോൺസ്റ്റന്റ് ആക്കിയാൽ എന്താ ചെയ്യണ്ടേ? എനിക്കിവിടെ ആദ്യമേ കോൺസ്റ്റന്റ് ഇടുക, അതായത് പോയിന്റർ കഴിഞ്ഞിട്ട് കോൺസ്റ്റന്റ് ഇടുക. ഇപ്പൊ എങ്ങനെ? ഇത് കോൺസ്റ്റന്റ് ഇന്റിജർ പോയിന്റർ എന്നാ വായിക്കുന്നത്. അതായത് ഈ പോയിന്റർ ആണ് കോൺസ്റ്റന്റ്. അതായത് എനിക്ക് പോയിന്ററിലേക്ക് വേറൊരു വാല്യൂ ഒന്നും വേറെ വേരിയബിളിന്റെ അഡ്രസ് ഒന്നും അസൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കിപ്പോൾ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ എ ഈക്വൽസ് ടു 90 എന്ന് കൊടുത്തു. ഇപ്പൊ ഇത് റൺ ചെയ്താലും നമുക്കിവിടെ 90 ഔട്ട്പുട്ട് വന്നു. അതായത് എക്സിന്റെ റെഫറൻസ് ആണല്ലോ ഇപ്പൊ ഈ എയിൽ സ്റ്റോർ ചെയ്തേ. അപ്പൊ ഞാനിവിടെ എക്സും പ്രിന്റ് ചെയ്യാൻ നോക്കിയാലോ, അപ്പൊ സ്റ്റാൻഡേർഡ് സി ഔട്ട് എക്സും കൂടെ പ്രിന്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്കറിയാം ഈ എക്സിന്റെ വാല്യൂ മാറണം. 90 എന്ന് മാറിയത് കാണാം. അപ്പൊ അതാണ് പോയിന്റർ ഈ റെഫറൻസ് ചെയ്യുന്നതിന്റെ ഗുണം. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ ഇത് കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവിടെയും കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാ വായിക്കുന്നത്? കോൺസ്റ്റന്റ് ഇന്റിജർ പോയിന്റർ ഹൂസ് വാല്യൂ ഈസ് ഓൾസോ കോൺസ്റ്റന്റ്. അപ്പൊ ഇതിന്റെ വാല്യൂയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്കിവിടെ അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിത് റൺ ചെയ്താലോ, നമുക്ക് ഔട്ട്പുട്ട് 10 തന്നെ കിട്ടിയത് കാണാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നോർമൽ കേസിൽ നമുക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് ഒബ്ജക്ട്സും വേണമെങ്കിൽ കോൺസ്റ്റന്റ് ആക്കാം. ഇപ്പൊ കോൺസ്റ്റന്റ് സ്റ്റുഡന്റ് പോയിന്റർ
ഇപ്പം നോക്കിയേ, ഇപ്പം എന്താ പറ്റിയേ, ഇത് പോയിന്റർ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയേ, ഈ വാണിംഗ് നോക്കിയേ, ഒബ്ജക്റ്റ് ഹാസ് ടൈപ്പ് ക്വാളിഫയേഴ്സ് ദാറ്റ് ആർ നോട്ട് കോമ്പാറ്റബിൾ വിത്ത് ദ മെമ്പർ ഫംഗ്ഷൻ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിവിടെ ആക്സസ് ചെയ്യാൻ നോക്കുന്നത് ഒരു നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പം നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉള്ള സ്റ്റുഡൻറ്റിൽ നിന്നാണ് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് എറർ ത്രോ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ എറർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫംഗ്ഷൻ വേണമെങ്കിൽ കോൺസ്റ്റന്റ് ആക്കാം. കാരണം നമുക്കറിയാം നമ്മൾ ഇതിനകത്ത് വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യണില്ലെന്ന്. വാല്യൂ ചേഞ്ച് ചെയ്യണില്ലെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആക്കിയാൽ മതി. നമുക്ക് ആ എറർ പോയി. നമുക്ക് ഇനി ഇത് റൺ ചെയ്താലും ഔട്ട്പുട്ട് കിട്ടുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിലും നമുക്ക് കോൺസ്റ്റൻസ് ഉപയോഗിക്കാം. ഇതും നമുക്ക് വേണമെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് കീവേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പം എനിക്ക് ഈ സാക്ക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വേറൊരു അഡ്രസ്സിലേക്ക് വേറൊരു സ്റ്റുഡൻറ്റിലേക്കോ അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ക്ലാസ്സിൽ കോൺസ്റ്റന്റ് പോയിന്റേഴ്സ് വരുമ്പോൾ. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിളോടെ കാണിക്കാം. ഒരു നോർമൽ ഫംഗ്ഷൻ എഴുതാം. ഇപ്പം ഞാൻ ഒരു സം ഫംഗ്ഷൻ എഴുതുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു കോൺസ്റ്റന്റ്, ലാസ്റ്റ് എപ്പിസോഡിൽ കോൺസ്റ്റന്റ് ഇൻറ്റിജർ വെച്ച് നമുക്കൊരു സം ഫംഗ്ഷൻ എഴുതാം. സം കോൺസ്റ്റന്റ് ഇൻറ്റിജർ എ കോമ കോൺസ്റ്റന്റ് ഇൻറ്റിജർ ബി. ഓക്കെ, എന്നിട്ട് നമുക്ക് റിട്ടേൺ എ പ്ലസ് ബി എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഇനി ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സി ഔട്ട് സം ഓഫ് 10,20 സ്റ്റാൻഡേർഡ് എൻ ലൈൻ. ഓക്കെ, നമുക്കിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം, 30 പ്രിന്റ് ആയത് കാണാം. ഇപ്പം നമ്മളിവിടെ അറിയാം കോൺസ്റ്റന്റ് ഇൻറ്റിജർ ആണ് കോൾ ചെയ്യുന്നത്. ഇപ്പം ഇത് പാസ് ബൈ വാല്യൂ ആണ് ഇപ്പോൾ ചെയ്യുന്നത്, റൈറ്റ്. അപ്പോൾ പാസ് ബൈ വാല്യൂ ചെയ്ത് ഇത് സം കണ്ടുപിടിച്ച് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് ഇവിടെ വേണമെങ്കിൽ റെഫറൻസ് ആയിട്ടും പാസ് ചെയ്യാം എന്നറിയാം. ഇപ്പോൾ റെഫറൻസ് ആയിട്ട് പാസ് ചെയ്താലും സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. നമുക്ക് റെഫറൻസ് ആയിട്ട് ഔട്ട്പുട്ട് എടുത്തു. ഇനി നമുക്ക് റൺ ചെയ്താലും സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടി. ഇനി അതുപോലെ തന്നെ നമുക്ക് പോയിന്റർ ആയിട്ടും പാസ് ചെയ്യാം. അപ്പോൾ പോയിന്റർ ആവുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ഞാനിവിടെ എല്ലാം പോയിന്റർ ആക്കി. പോയിന്റർ ആകുമ്പോൾ നമുക്കറിയാം ഡീറെഫറൻസ് ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നത് വാല്യൂസ് എടുക്കാൻ വേണ്ടി. വാല്യൂസ് ഡീറെഫറൻസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് നോക്കിയേ ഒരു കോൺസ്റ്റന്റ് പോയിന്റർ ആണ്. പക്ഷെ നമ്മളിവിടെ റിട്ടേൺ ചെയ്യാൻ നോക്കുന്നതോ ഒരു വാല്യൂ ആണ്. പക്ഷെ ഇത് പോയിന്റർ ആയതുകൊണ്ട് തന്നെ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു അഡ്രസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫോർ എക്സാമ്പിൾ വേറൊരു വേരിയബിൾ ഉണ്ടാക്കി, ഇൻറ്റിജർ സി ഈക്വൽസ് ടു, അതിനകത്തേട്ട് ഈ രണ്ട് പോയിന്റർ വാല്യൂസിന്റെയും വാല്യൂ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ റിട്ടേൺ സി കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം സിന്റെ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആംപർസാൻഡ് സിമ്പിൾ ഇട്ട് ഞാൻ അതിന്റെ അഡ്രസ്സ് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കി നമ്മൾ പാരാമീറ്ററിലും ഇപ്പൊ പോയിന്റർ ആണ്. അപ്പോൾ ഇവിടെ പാസ് ചെയ്യാൻ നമുക്ക് കോൺസ്റ്റൻസ് പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ എക്സ്പെക്ട് ചെയ്യണേ? പോയിന്റർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അഡ്രസ് ആണ്. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ എക്സ് ഈക്വൽസ് ടു 10, അതുപോലെ തന്നെ ഇൻറ്റിജർ വൈ ഈക്വൽസ് ടു 20 എന്നും പറഞ്ഞ് രണ്ട് വേരിയബിൾ ഉണ്ടാക്കി. ആ വേരിയബിളിന്റെ അഡ്രസ്സ് ഞാൻ പാസ് ചെയ്യണു. അഡ്രസ് ഓഫ് എക്സ്, അഡ്രസ് ഓഫ് വൈ. ഓക്കെ, ഇങ്ങനെ പാസ് ചെയ്തിട്ട് നമുക്ക് ഇനി പ്രിന്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്യുന്നത് ഇപ്പൊ പോയിന്റർ ആണ്. അപ്പൊ പോയിന്റർ റിട്ടേൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്? ആ പോയിന്ററിന്റെ വാല്യൂ അല്ലേ. അപ്പൊ പോയിന്ററിന്റെ വാല്യൂ എന്താ? ഒരു അഡ്രസ് ലൊക്കേഷൻ ആണ്. അഡ്രസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. നമുക്ക് അതിന്റെ വാല്യൂ കിട്ടണമെങ്കിലും നമ്മൾ അത് ഡീറെഫറൻസ് ചെയ്യണം. അപ്പൊ ഞാനിത് ഡീറെഫറൻസ് ചെയ്ത് റൺ ചെയ്താൽ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്കറിയാം ഈ കോൺസ്റ്റന്റ് പോയിന്റർ നമുക്ക് ഇൻറ്റിജർ പോയിന്റർ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞിട്ടും നമുക്ക് കോൺസ്റ്റന്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ കോൺസ്റ്റന്റ് ആക്കാം. നമുക്ക് ആ വാല്യൂ ചേഞ്ച് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എല്ലാം കോൺസ്റ്റന്റ് ആക്കിയിട്ട് ഞാൻ റൺ ചെയ്താലോ നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടി. അപ്പോൾ നോക്കിയേ, നമ്മൾ ഒറ്റ ലൈനിൽ തന്നെ എത്ര കോൺസ്റ്റൻസ് എഴുതിയേക്കുന്നതെന്ന്. എനിക്ക് വേണമെങ്കിൽ ഇവിടെയും കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ഒപ്റ്റിമൈസേഷൻ ചെയ്യുക. നമ്മൾ കമ്പൈലറിനോട് പറയാം ഇതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല, ഇതിൻ്റെ വാല്യൂയും ചേഞ്ച് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്രസ്സും ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് നമ്മൾ കമ്പൈലറിനോട് പറയുകയാണ്. അപ്പോൾ മാക്സിമം അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പോയിന്റർ റിട്ടേൺ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഞാനത് നോർമൽ വേരിയബിളിലേക്ക് അത് റിട്രീവ് ചെയ്യാൻ നോക്കുക. നോർമൽ പോയിന്ററിലേക്ക് ഞാൻ റിട്രീവ് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഇൻറ്റിജർ സ്റ്റാർ പി ഈക്വൽസ് ടു സം ഓഫ് അഡ്രസ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയേ ഒരു എറർ ആണ് കിട്ടുന്നത്. എ വാല്യൂ ഓഫ് ടൈപ്പ് കോൺസ്റ്റന്റ് ഇൻറ്റിജർ പോയിന്റർ കനോട്ട് ബി യൂസ് ടു ഇനിഷ്യലൈസ് ഇൻറ്റിജർ പോയിന്റർ. ഇവിടെ കോൺസ്റ്റന്റ് ഇൻറ്റിജർ പോയിന്റർ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റിജർ പോയിന്റർ നമ്മുടെ സാധാ പോയിന്ററിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്കത് എടുക്കണമെങ്കിൽ നമ്മൾ ഇതും കോൺസ്റ്റന്റ് ആക്കണം. കോൺസ്റ്റന്റ് ആക്കിയിട്ടേ നമുക്കത് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പോയിന്റേഴ്സ് എങ്ങനെ കോൺസ്റ്റൻസ് വെച്ച് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.